വാഹനാപകടമുണ്ടായാൽ സ്പോട്ടിൽ പണം നൽകിയോ പണം വാങ്ങിയോ ഒത്തുതീർപ്പാക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഈ ഒത്തുതീർപ്പിന് നിയമസാധുതയുണ്ടോ? പണം നൽകുന്ന വ്യക്തിക്ക് പിന്നീട് കേസ് കൊടുക്കാൻ സാധിക്കുമോ? നോക്കാം നോട്ട് ദ ലോ പോയിന്റ്. പൊല്ലാപ്പിനൊന്നും വയ്യ, തീരുന്നെങ്കിൽ തീരട്ടെ. കേസും കൂട്ടവുമായാൽ പിന്നാലെ നടക്കണ്ടേ? ഒത്തുതീർപ്പല്ലേ നല്ലത്? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. എന്നാൽ ഇനി ശ്രദ്ധിക്കുക, ഇത്തരം ഒത്തുതീർപ്പിൽ പൊല്ലാപ്പൊഴിയില്ല. കാര്യം പറയാം. അപകടം നടന്ന ഉടൻ പണം നൽകി സെറ്റിൽ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. അത് ഭാവിയിൽ വലിയ നിയമക്കുരുക്കിന് കാരണമായേക്കാം. പണം നൽകിയ ആൾ പരാതി കൊടുത്താൽ നിങ്ങൾ കുടുങ്ങും. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 308 പ്രകാരം കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. മോട്ടോർ വാഹന നിയമം 1988 പ്രകാരം അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ RC, ലൈസൻസ്, ഇൻഷുറൻസ് തുടങ്ങിയ രേഖകളും ഹാജരാക്കണം. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134 പ്രകാരം റോഡ് അപകടം പോലീസിനെ അറിയിക്കുക എന്നത് വാഹനമോടിച്ച വ്യക്തിയുടെ നിയമപരമായ ബാധ്യതയാണ്. പണം വാങ്ങിയാലുള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പണം നൽകിയാൽ എന്താണ് പ്രശ്നമെന്നല്ലേ? അതുകൂടി നോക്കാം. ഹിറ്റ് ആൻഡ് റൺ കേസ്, അതായത് പണം നൽകി സ്ഥലം വിട്ട ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പർ വെച്ച് വണ്ടി നിർത്തിയില്ല എന്നോ അപകടമുണ്ടാക്കി നിർത്തിയില്ല എന്നോ പോലീസിൽ പരാതി നൽകിയാൽ അത് ഹിറ്റ് ആൻഡ് റൺ കേസായി മാറും. കേസ് മാത്രമല്ല, പിന്നീടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപകട സമയത്ത് ചെറിയ പരിക്കാണെന്ന് കരുതി ചെറിയ തുക വാങ്ങിയെന്ന് കരുതുക. പിന്നീടായിരിക്കാം ഒരുപക്ഷെ ആന്തരിക പരിക്കുകളോ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടുക. അങ്ങനെ സംഭവിച്ചാൽ അവർ പോലീസിൽ കേസ് ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേസ് ഗുരുതരമായ വകുപ്പുകളിലേക്ക് മാറും. ഒത്തുതീർപ്പ് നിയമവിരുദ്ധമാകാൻ ഇനിയുമുണ്ട് കാരണങ്ങൾ. അതിലൊന്നാണ് ഇൻഷുറൻസ് കമ്പനികളെ പറ്റിക്കൽ. അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നല്ല, മറിച്ച് വാഹനം ഇൻഷുർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. സ്പോർട്സ് സെറ്റിൽമെന്റ് ഇൻഷുറൻസ് കമ്പനികളുമായ കരാറിന്റെ ലംഘനമാണ്. കുറ്റകൃത്യം മറച്ചുവെക്കുന്നതാണ് മറ്റൊന്ന്. പരിക്കുകളുള്ള ഒരു അപകടം പോലീസിൽ നിന്നും മറച്ചുവെക്കുന്നത് നിയമപ്രകാരം തെറ്റാണ്. അപ്പോൾ സൂക്ഷിക്കുക, ചാടിക്കേറി പൈസ കൊടുക്കരുത്, വാങ്ങരുത്. ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്.